ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 11. ചക്രതീർത്ഥോൽപത്തിയും ഗജഗ്രാഹമോക്ഷവും. ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ ദുഃഖിതരായ കുബേരഭൃത്യന്മാർക്ക് മഹാവിഷ്ണു ദർശനം കൊടുത്തു. അവർക്ക് ശാപം ഏറ്റതിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും എന്നാൽ മഹർഷിയുടെ ശാപം അസത്യമാക്കാൻ തനിക്ക് കഴിയില്ലെന്നും ആകയാൽ 2 പേരും മുതലയും ആനയും ആയിത്തീർന്ന് തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ തൻ്റെ പ്രസാദത്താൽ 2 പേർക്കും പൂർവസ്ഥിതി ലഭിക്കുമെന്നും അരുളിച്ചെയ്തു. മുനി ശപിച്ച പോലെ ഖണ്ഡാനാഥൻ വലിയൊരു മുതലയായി ഗോമതീനദിയിലും പാർശ്വമൗലി ഒരു കൊമ്പനാനയായി രൈവതപർവ്വതത്തിലും വിഹരിച്ചു. ഒരിക്കൽ ഒരു വസന്തകാലത്തെ ഗജേന്ദ്രൻ ആനക്കൂട്ടത്തോടുകൂടെ ഗോമതീനദിയിൽ കുളിക്കാനിറങ്ങി. വളരെ നേരം വെള്ളത്തിൽ കിടന്നു. ആ സമയത്ത് അതിൽ താമസം ഉറപ്പിച്ചിരുന്ന മുതല വന്ന് ആനയുടെ കാലിൽ പിടികൂടി. ആന എത്ര തന്നെ ശ്രമിച്ചിട്ടും മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. അങ്ങനെ 55 വർഷം കഴിഞ്ഞുപോയി. അപ്പോൾ ഗജേന്ദ്രന് പൂർവജന്മസ്മൃതി വരികയാൽ ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചു. ശ്രീഹരി ഗരുഡാരൂഢനായി അവിടെ പ്രത്യക്ഷപ്പെട്ട് ഗരുഡനിൽ വന്നിറങ്ങി സുദർശന ചക്രത്താൽ മുതലയുടെ കഴുത്ത് അറുക്കുകയും അനന്തരം ആ ചക്രം ഭയങ്കര ശബ്ദത്തോടെ നദിയിൽ പതിച്ചു. ചക്രത്തിൻ്റെ ഭ്രമണം നിമിത്തം നദിയിലെ കല്ലുകൾ ചക്രാകൃതിയിലായി. ആ തീർത്ഥത്തിന് ചക്രതീർത്ഥം എന്ന നാമവും ലഭിച്ചു. ഭഗവാന്റെ പ്രസാദത്താൽ ആനയും മുതലയും പൂർവ്വരൂപം പ്രാപിച്ചു. അവർ ഭഗവാനെ സ്തുതിച്ച് കുബേരസന്നിധിയിലേക്ക് പോയി. ഈ കഥ സശ്രദ്ധം ശ്രവിക്കുന്നവൻ ദുഃസ്വപ്ന വിമുക്തരാകും. ഹരേ കൃഷ്ണ.